ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന വീർത്തുരുണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പഴംപൊരി തയ്യാറാക്കാം. പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ ഏത്തപ്പഴം എടുക്കുമ്പോൾ ഒരുപാടങ്ങ് പഴുത്തു പോകാനും പാടില്ല കേട്ടോ. ഇത് അത്യാവശ്യം തൊലി കറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആദ്യം നമുക്കിതിന് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് അത്യാവശ്യം നല്ല വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്രത്തോളം പഴംപൊരി തയ്യാറാക്കുന്നോ അതിനനുസരിച്ച് മൈദ എടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് അരിപ്പൊടി, റോസ്റ്റഡ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിക്ക് ഇടിയപ്പത്തിനുമൊക്കെ ചേർക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് മധുരം ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ദോശമാവോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു സ്പൂൺ കൊണ്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചെറിയ ചൂടോടുകൂടിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് ചൂട് വേണ്ട. കൈകൊണ്ട് തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള പരുവത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കാരണം വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാവും. അങ്ങനെ വെള്ളം കൂടിപ്പോയാൽ അത്യാവശ്യം പൊടി ചേർത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ടോട്ടൽ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് ഞാനൊരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ട കിട്ടാതെ നമ്മുടെ ബാറ്റർ നല്ല പരുവത്തിന് കിട്ടും. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ബാറ്റർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് ലൂസും അല്ല, ഒരുപാടങ്ങ് തിക്കും അല്ല. ഇനി മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയമുണ്ടല്ലോ, അത്രയും സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും. ഇനി നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ 2 സൈഡും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഴംപൊരിക്ക് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരുപാടങ്ങ് പഴുത്ത പഴം എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. എന്നാൽ അധികം പഴുക്കാത്ത പഴം എടുത്താലും പെർഫെക്റ്റായിട്ട് നമ്മുടെ പഴംപൊരി കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 2ആയിട്ട് കീറിയെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം കനമില്ലാത്ത പഴമായതുകൊണ്ടാണ് കേട്ടോ 2ആയിട്ട് കീറിയെടുക്കുന്നത്. ഇനി കനമുള്ള പഴമാണെങ്കിൽ 3ആയിട്ടോ 4ആയിട്ടൊക്കെ വരെ കീറിയെടുക്കാവുന്നതാണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് 2ആയിട്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി കുട്ടി പഴംപൊരിയാണ് വേണ്ടതെങ്കിൽ ഈ കീറിയെടുത്തത് തന്നെ 2ആയിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ബാറ്റർ നല്ല പരുവത്തിന് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ ചായക്കടയിലും തട്ടുകടയിലൊക്കെ പഴംപൊരിക്ക് നല്ല കളറായിരിക്കും കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി പഴംപൊരി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഒരു പീസ് നേന്ത്രപ്പഴം എടുത്തിട്ട് ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. ബാറ്റർ നേന്ത്രപ്പഴത്തിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. ഇങ്ങനെ നന്നായിട്ട് മുക്കിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒരു വിസ്താരമുള്ള പാത്രത്തിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ടെസ്റ്റ് ചെയ്യാനെന്ന രീതിയിൽ ഒരു പഴംപൊരി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പഴംപൊരി നല്ല വീർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ബ്രൗൺ ഷെയ്ഡ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ പഴംപൊരി നല്ല പരുവത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഞാൻ 3 പീസ് വീതം ഇട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ പഴംപൊരി ഈ വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് നല്ല വീർത്തുരുണ്ട പരുവത്തിൽ നമ്മുടെ പഴംപൊരി കിട്ടുക. ഒരു സൈഡൊന്ന് കുക്കായി വരുന്ന സമയത്ത് മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വരാൻ അധിക സമയമൊന്നും വേണ്ട കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതും തന്നെ എണ്ണ കുടിക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. നമ്മളിവിടെ അതിൽ ഗോൾഡൻ കളറൊന്നും ആകാനായിട്ട് നിൽക്കുന്നില്ല. ഒന്ന് കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന പരുവത്തിൽ നമ്മൾ കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പഴംപൊരി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരി മാറ്റാം. നാട്ടിൻപുറങ്ങളിൽ ചായക്കടയിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ പഴംപൊരി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ബാക്കിയുള്ള പഴംപൊരിയൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.
ബായ്.